ഹായ്. നമുക്ക് നമ്മുടെ SCERT വെറും മണിക്കൂറുകൾ കൊണ്ട് അങ്ങട് കംപ്ലീറ്റ് ചെയ്താലോ? എന്താല്ലേ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനേ നമുക്ക് ന്യൂ SCERT ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഓൾഡ് SCERT ഏകദേശം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അത് PSC ഒരു ഒട്ടുമുക്കാൽ കാര്യങ്ങളും PSC ചോദിച്ചു കഴിഞ്ഞു. ഇനി PSCക്ക് ചോദിക്കാൻ ആ ഒരു ചാപ്റ്ററുകളിൽ നിന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മുന്നിലുള്ളത് 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം മാറി അതായത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ഇപ്പോൾ 6ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ പാഠപുസ്തകങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതെല്ലാം കൂടെ വായിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരും. ശരിക്കും നമ്മൾ ഒരു പഠനം എന്ന് പറയുമ്പോൾ അത് കുറേ വാരി വലിച്ച് വായിക്കുക പഠിക്കുക എന്നുള്ളതല്ല. ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് അല്ലേ? എക്സാമിന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഞാൻ ഓരോ ചാനലിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു സമയത്ത് വോക്കാബ്സ്പീഡിയ റെഡിയാക്കിയിട്ടുള്ള ഒരു PDF കണ്ടു. അതായത് അവർ ചെയ്തിട്ടുള്ളത് 5, 7, 9 ക്ലാസ്സുകളിലെ SCERT സയൻസും അതുപോലെ സോഷ്യലും ആ 2 ബുക്കുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടേബിളുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു അടിപൊളിയായിട്ട് എന്ന് പറയാം, നല്ല രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, PDF റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് മുന്നിലും കൂടെ അവതരിപ്പിക്കാം, കൂടെ എനിക്കും പഠിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ കൂടിയ എല്ലാവർക്കും എന്നെ പോലെ തന്നെ സർക്കാർ ജോലി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇത് നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് തീർക്കാനായിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് SCERT സയൻസ്. SCERT സയൻസിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അതായത് ആദ്യം നോക്കുന്നത് 5ാം ക്ലാസ്സിലേതാണ് കേട്ടോ. നമുക്ക് 5ാം ക്ലാസ് തുടങ്ങാം. ഏതുവരെ എത്തുമെന്നറിയില്ല. ഓരോ ദിവസം കുറേശ്ശെ പഠിച്ചു പോവായിരിക്കും നല്ലത്. 131ഓളം പേജ് ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് പറ്റാവുന്നത്ര ഒരു ദിവസം പഠിക്കാവുന്നത്ര നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര സമയം ഒരു ദിവസം ഇത്ര സമയം എന്ന് വെച്ചിട്ട് ചിലപ്പോൾ 2 നേരമായിട്ട് ഞാൻ ക്ലാസ് ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നേരം ക്ലാസ് ഇടും. ഏതെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നോക്കാം. നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. എവിടെയാണ്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. പിന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീവികളും അവയുടെ ആഹാരവും. ആദ്യം സ്രാവ്. സ്രാവിൻ്റെ ആഹാരമാണ് കണവ, മീനുകൾ, കടലാമ. ഇതൊക്കെ സ്രാവിൻ്റെ ആഹാരമാണ് കേട്ടോ. കടലാമയെ കഴിക്കും, മീനുകൾ, കണവ. ഇനി മത്തി, അതിൻ്റെ ആഹാരമാണ് ചെറുമീനുകളും പ്ലവകങ്ങളും ഒക്കെ. മത്തിയുടേതാണ് ചെറുമീൻ, പ്ലവകങ്ങൾ. കടലാമ എടുത്താൽ അത് സസ്യഭാഗങ്ങൾ കഴിക്കും, അതുപോലെ മീനുകളെയും കഴിക്കും. ചെറുമീനുകൾ അപ്പം എന്താ കഴിക്കാം? പ്ലവകങ്ങൾ. അപ്പം എന്താ ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ജലാശയങ്ങൾ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആണ് ആരെന്ന് പറയുന്നത്? അപ്പോൾ
പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത്, എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ഒരു ഭക്ഷ്യ ശൃംഖല എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികം ഇല്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അതാണ് അതിൽ പറയുന്നത്. ഇനി അധിനിവേശക്കാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് എന്തെന്ന് പറയുന്നത്? ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇത് പെട്ടെന്ന് വളർന്നു പെരുകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് എന്നു പറയുന്നത് ആഹാര ശൃംഖല. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. മനസ്സിലായോ? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചെമ്പരത്തി നോക്കുക, തുളസിയുടേത് നോക്കുക, എല്ലാം വ്യത്യസ്തമായിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈഴിലം പാല, പിന്നെന്താണ്, അതൊക്കെയാണ് അതിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നോക്കുക, സ്റ്റൊമാറ്റ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ? സ്റ്റൊമാറ്റ ഇലകളിലെ ചെറിയ സുഷിരങ്ങളാണ് അല്ലേ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇവിടെ മൈക്രോസ്കോപ്പ് കാണാം. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇനി പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഡെങ്കിപ്പനി പകരും. ക്യാൻസർ പകരാത്തതാണ്. മഞ്ഞപ്പിത്തം പകരും. പ്രമേഹം പകരുന്ന രോഗം അല്ല. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. എന്നാൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി, അതായത് പാൻഡമിക് എന്ന് പറയുന്നു. ഈ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ അല്ലെ. അപ്പം വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഇതൊക്കെ എന്താണ്? മഹാമാരികളാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19.
മനസ്സിലായല്ലോ. ഇനി ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പൊ ഇതൊക്കെ എന്താന്ന് ചോദിക്കാം നമ്മോട്. ഈ കാൻഡിഡ, അതുപോലെ എന്താ അതുപോലെ ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, ക്രിപ്റ്റോകോക്കസ്, അതുപോലെ കാൻഡിഡ, ഇതൊക്കെ എന്താ ശരിക്ക്? ഫംഗസുകളാണ് അല്ലേ? അപ്പോൾ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഓർക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ റൊട്ടിയിൽ ഉണ്ടാകുന്ന പൂപ്പലുണ്ടല്ലോ, അതുപോലെ വസ്ത്രങ്ങൾ ചില വസ്ത്രങ്ങളിൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാലൊക്കെ കരിമ്പൻ വരും. ഇതൊക്കെ എന്താണ്? ഫംഗസുകളാണ്. അതുപോലെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഇനി രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ നമ്മൾ എന്ത് പറയും? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ. ഈച്ചയും എലിച്ചെള്ളും കൊതുകും വവ്വാലൊക്കെ എന്താണ്? ഇതൊക്കെ ഇതിൽ പെടും. രോഗാണുവാഹകരിൽ പെടുന്നതാണ്. ഓക്കെ. ഇനി രോഗങ്ങളും അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് ഏത്? അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വാക്സിനേഷൻ ചാർട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് എഴുതി പഠിച്ചേക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. BCG, അതായത് അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. ബാസിലസ് കാൽമെറ്റ് ഗൊറൈൻ. എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗൊറൈൻ എന്നുള്ളതാണ് BCGയുടെ ഫുൾ ഫോം. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ. ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B. FIPV എന്ന് പറഞ്ഞാൽ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ് എന്നു പറയുന്നത് FIPV. RVV എന്ന് പറഞ്ഞാൽ റോട്ട വൈറസ് വാക്സിൻ. ഓക്കെ, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ് FIPV. RVV എന്ന് പറഞ്ഞാൽ റോട്ടോ വൈറസ് വാക്സിൻ. എന്താണ്? റോട്ടോ വൈറസ് വാക്സിൻ. ഇതില് നമ്മൾ ജനന സമയത്ത് എന്തൊക്കെ നൽകുന്നുള്ളതാണ്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B. ഈ ഇതിന്റെ വാക്സിനുകളൊക്കെ നമ്മൾ എപ്പോൾ കൊടുക്കും? ജനന സമയത്ത്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, ഈ വാക്സിനുകൾ എന്ത് ചെയ്യും? ഇത് ജനന സമയത്ത് കൊടുക്കും. ഇനി OPV 1, RVV 1, പെൻഡാവാലൻ 1, പിന്നെന്താണ്? FIPV 1, PCV 1, ഇതൊക്കെ 6 ആഴ്ച കഴിഞ്ഞാൽ കൊടുക്കും. 6 ആഴ്ചയാവുമ്പോൾ കൊടുക്കുന്നതാണ് OPV 1, RVV 1. അതായത് ഓർക്കാൻ വേണ്ടിയിട്ട് OPV 1 ഉള്ളതൊക്കെ എന്താണ്? 6 ആഴ്ച കഴിഞ്ഞ്. ജനന സമയത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B. പിന്നെ OPV 1 അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 6 ആഴ്ച. ജനനം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ കൊടുക്കുന്നത് 6 ആഴ്ചയായിട്ടാണ്. അപ്പോൾ കൊടുക്കുന്നതാണ് OPV 1, RVV 1, പെൻഡാവാലന്റ് 1, FIPV 1, PCV 1. ഓക്കെ, OPV 1, RVV 1, പെൻഡാവാലന്റ് 1, FIPV 1, PCV 1. പിന്നെ 10 ആഴ്ചയാകുമ്പോൾ ഏതൊക്കെ കൊടുക്കും? OPV 2 കൊടുക്കും, RVV 2 കൊടുക്കും, പെൻഡാവാലന്റ് 2. OPV 2, RVV 2, പെൻഡാവാലന്റ് 2.
കിട്ടിയോ? OPV2 RVV2 പെന്റാവാലൻ 2 കൊടുക്കും. പക്ഷെ അവിടെ FIPV2 കൊടുക്കുന്നുണ്ടോ? ഇല്ല. PCV2 ഉം കൊടുക്കുന്നില്ല. അപ്പൊ അത് കൊടുക്കുന്നത് പിന്നത്തെ 14ാമത്തെ ആഴ്ച. നമ്മൾ ആദ്യം സമയം നോക്കുക, ജനന സമയം, അത് കഴിഞ്ഞ് 6 ആഴ്ച, പിന്നെ 10 ആഴ്ച, പിന്നെ 14ാമത്തെ ആഴ്ച. അപ്പോൾ അതിൽ ജനന സമയത്ത് നമ്മൾ പറഞ്ഞു 6 ആഴ്ച കഴിഞ്ഞ് 6 ആഴ്ച ആകുമ്പോൾ പറഞ്ഞു, 10 ആഴ്ച ആകുമ്പോൾ ഉള്ളത് പറഞ്ഞു. പിന്നെ 14ാമത്തെ ആഴ്ച, അതാണ് OPV3യും RVV3യും പെന്റാവാലന്റ് 3യും പിന്നെ FIPV2 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ PCV2വും ഇവിടെയാണ് കൊടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒറ്റയടിക്കൊന്നും ഇത് തലയിൽ കയറില്ല എന്നറിയാം, പക്ഷെ എന്ത് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി ഇവിടെ ഇതിൽ പൂർത്തിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ PCV എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ആണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. എന്താണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ആണ് PCV. MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബല്ല വാക്സിൻ. മീസിൽസ് റുബല്ല വാക്സിൻ MR ആണ്. MR വാക്സിൻ ആണ് മീസിൽസ് റുബല്ല. DPT എന്ന ഡിഫ്തീരിയ പെർച്ചോസിസ് ടെറ്റനസ് വാക്സിൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ് TD എന്ന് പറയുന്നത്. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഓക്കെ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 9ാം മാസം 16 to 24 ആ ഒരു മാസം 5, 6 വയസ്സ്, 10 വയസ്സ്, 16 വയസ്സ് ഈ സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, 10ാം വയസ്സിലാണ് TD1 കൊടുക്കുക. അതുപോലെ എന്താണ്, 16ാം വയസ്സിലാണ് TD2. ടെറ്റനസ് ഡിഫ്തീരിയ നമ്മൾ പറഞ്ഞു അല്ലേ വാക്സിന്. TD1 എപ്പോഴാണ് കൊടുക്കുക? 10ാം വയസ്സിൽ. 16ാം വയസ്സിൽ TD2 കൊടുക്കും. മനസ്സിലായോ? പിന്നെ നോക്കാനുള്ളത് DPT ബൂസ്റ്റർ 2. അത് കൊടുക്കുന്നത് 5 മുതൽ 6 വയസ്സ് വരെ. DPT ബൂസ്റ്റർ 2. DPT ബൂസ്റ്റർ 2. TD1 എപ്പോഴാണ് കൊടുക്കാന്ന് മനസ്സിലായി, TD2 എപ്പോഴാണ് കൊടുക്കാന്ന് മനസ്സിലായി, DPT ബൂസ്റ്റർ 2. പിന്നെ 16, 24 മാസങ്ങളിലാണ് ഏത് കൊടുക്കുന്നത്? MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 തുടങ്ങിയവ. ഇനി MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV3 ഇതൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്? 9ാം മാസത്തിലാണ്. ഓക്കെ, 9ാം മാസത്തിലാണ് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഇനി ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗം. ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 2.5 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഭക്ഷണം പാകം ചെയ്യാനോ 3 മുതൽ 4 ലിറ്റർ വരെ. ഓക്കെ. പാത്രങ്ങൾ കഴുകാൻ 6 to 8, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഏകദേശം 30 ലിറ്ററോളം വെള്ളം വേണ്ടി വരും. ശുചീകരണത്തിന് 50, മറ്റാവശ്യങ്ങൾക്ക് 30, ആകെ 121.5. ഓക്കെ. 121.5 മുതൽ 125.5 വരെ. അപ്പോൾ അത്രയാണ് ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ഓക്കെ. അതിൽ തലച്ചോറിൽ എത്ര ശതമാനത്തോളം ജലം ആവശ്യമാണ്? തലച്ചോറിന് 73% എന്താണ്? ജലമാണ്. രക്തത്തില് എത്രയാണ്? 94%. വൃക്കകൾ 79%. പേശികൾ 75%. ഹൃദയം 75%. ശ്വാസകോശങ്ങൾ 83%. അസ്ഥികൾ 31%. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. തലച്ചോറ് എത്ര ശതമാനം ആവശ്യമാണ്? 73%. രക്തം 94%. വൃക്കകൾ 79%. പേശികൾ 75%. ഹൃദയം 75%. ഹൃദയം 75%. ശ്വാസകോശങ്ങൾ 83%. അസ്ഥികൾ 31%. അസ്ഥികൾ എത്രയാണ്? 31%. ഇനി നോക്കാനുള്ളത് എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്?
ഓക്കെ, ചിത്രീകരണം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് എന്താവശ്യമുണ്ട്? ജലം ആവശ്യമുണ്ട്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്താൻ ജലം ആവശ്യമാണ്. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, ഇതിനൊക്കെ എന്താവശ്യമുണ്ട്? ജലം ആവശ്യമുണ്ട്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്തു പറയും? ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് പറയും? ബാഷ്പീകരണം എന്ന് പറയും. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ചോദിച്ചാൽ അതേതാണ്? അത് ജലമാണ്. ഓക്കെ, ഇനി ജലം വിതാനം പാലിക്കുന്നു. ഇത് എന്താണ്? ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അതൊന്ന് പഠിച്ചു വച്ചേക്കുക. ജലസ്രോതസ്സുകൾ. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. അപ്പോ പിന്നെ കൊടുത്തിട്ടുള്ളത് ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ? ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. അതൊന്ന് പഠിച്ചേക്കുക. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് എന്തുണ്ടാവും? ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഈ ബീജാന്നത്തിൽ നിന്നാണ്. ഒരൊറ്റ ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ഈ ബീജാന്നത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് മുളക്കൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ഒരു വിത്ത് അത് കുതിരുമ്പോൾ എന്ത് ചെയ്യും? പുറന്തോട് പൊട്ടും. ആദ്യം വരുന്നത് ബീജമൂലമാണ്, പിന്നീട് ബീജശീർഷവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബീജമൂലം എന്ന് പറഞ്ഞാൽ റാഡിക്കലും, ബീജശീർഷം എന്ന് പറയുന്നത് പ്ലമ്യൂളുമാണ്. ഓക്കെ, അപ്പോൾ ഒരു വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുമ്പം ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ എന്തായിട്ട് മാറും? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. വേരായിട്ട് മാറും. ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറും. ഓക്കെ, ഇനി ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ബീജാന്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നോക്കാനുള്ളത് എന്താണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? വിത്ത് വിതരണം എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇത് മൂലമാണ്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എന്താണ്? ഇതുമൂലമാണ് എന്നുള്ളതാണ്. ഇനി ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റ് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണുള്ളത്.
ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കടലാടി എന്ന് പറയുന്നതും അസ്ത്രപ്പുല്ല് അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യും, പറ്റിപ്പിടിച്ച് ഇതാവും അല്ലേ, നമുക്കറിയാം അല്ലേ. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഉള്ളത്. ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായകമാകുന്നത് എങ്ങനെ? പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്യും, വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളാണിത്. ഇതല്ലാതെ നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. റബ്ബർ കണ്ടോ, അതുപോലെ കാശിത്തുമ്പ, അതൊക്കെ ഇങ്ങനെയുള്ളതാണ് ട്ടോ. പിന്നെ കൊടുത്തിട്ടുള്ളത് ഇലകളിലെ വൈവിധ്യം. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? ആണോ? ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇല ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് വലക്കണികൾ പോലെ കിടക്കുന്നത് കണ്ടുല്ലേ നമ്മള്. ഇതാണ് ജാലികാ സിരാവിന്യാസം. ഇതിനെന്ത് പറയും? ജാലികാ സിരാവിന്യാസം അഥവാ എന്താണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തേക്ക് എത്തിയോജിക്കുന്നത് കണ്ടോ? ഇതാണ് സമാന്തര സിരാവിന്യാസം. അപ്പോൾ നമ്മൾ ജാലികാ സിരാവിന്യാസം പഠിച്ചു, സമാന്തര സിരാവിന്യാസം അഥവാ പാരലൽ വീനേഷനും പഠിച്ചു. ജാലികാ സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം. ഇതിന് എക്സാമ്പിൾ നോക്കാം. പ്ലാവ് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ജാലികാ സിരാവിന്യാസത്തിന് പ്ലാവ് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ മുള എന്താണ്, സമാന്തര സിരവിന്യാസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അഥവാ ടേപ്പ് റൂട്ട് സിസ്റ്റം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അഥവാ ടേപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഇത് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ ഈ നാരുവേരുപടലാണ് ഉള്ളത്. ഓക്കെ, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ അഥവാ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെ എന്ത് പേര് വിളിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറയാ, എന്താ പറയാ, രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ എന്ത് പേര് വിളിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞേ, എന്തായിരിക്കും? ദ്വിബീജ പത്രസസ്യങ്ങൾ അല്ലെ, ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. ഇനി നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ. എന്തൊക്കെ? നാരുവേരുപടലം, ശിഖരങ്ങൾ ഇല്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകള്, അതുപോലെ എന്നിവ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ്. അതൊന്ന് ഓർത്ത് വച്ചേക്കുക. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, അതുപോലെ സമാന്തര സിരവിന്യാസമുള്ള ഇലകൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, സമാന്തര സിരവിന്യാസമുള്ള ഇലകളൊക്കെ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ്. തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക സിരാവിന്യാസമുള്ള ഇലകൾ, ഇവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതയാണ്. അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ഈ ചേമ്പ്, ചേന തുടങ്ങിയവ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ SCERT 5ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് SCERT സയൻസിലെ 7th സ്റ്റാൻഡേർഡിലെ സയൻസ് ആണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ
പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ ചെല്ലാനായിട്ട്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വളരെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.